ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു നാടൻ പലഹാരമാണ് ആക്കുന്നത്, കുഴക്കട്ടയാണ് ആക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ പുട്ടുപൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കുഴക്കട്ട ആക്കുന്നത്. ഇത് തരിതരിപ്പിലെ പൊടിയാണ്. പച്ചരിയും പുഴുങ്ങലരിയും ഒരുപോലെ ഈക്വൽ എമൗണ്ടിലെടുത്തിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ നമ്മുടെ പൊട്ടുപൊടി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ഭാഗത്തിൽ കുറച്ച് കൂടുതലായിട്ട് തേങ്ങ ഇടുന്നുണ്ട്, ചിരവിയ തേങ്ങ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ഈ തേങ്ങ നന്നായിട്ട് ഈ പൊടിയായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മോയ്സ്ചറൊക്കെ അതിലേക്ക് വന്നിട്ട് അതിന് അനുസരിച്ച് വേണം നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇച്ചിരി ഏറെ വെള്ളം വേണം കേട്ടോ, പുട്ടുപോലെയല്ല. കാരണം പുട്ടുപൊടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായി വറുത്ത പൊടിയാണിത്. പുഴുങ്ങലരി ഉള്ള കാരണം നല്ലോണം വെള്ളം കുടിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കിയിട്ട് ഇതുപോലെ ഏകദേശം ഞാൻ ഈ ഒരു കപ്പിൽ മുക്കാലോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ നോക്കി നോക്കി ഒഴിക്കുക. നമ്മൾ കൈ വെച്ച് ഉരുട്ടുമ്പോൾ നല്ല സോഫ്റ്റിൽ വരുന്ന ഒരു ഉരുളയായി വരുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം. ഓക്കെ, കാരണം നമ്മൾ കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് ഡ്രൈ ആവും. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാനത് ഇതുപോലെ നന്നായിട്ട് ആക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ തട്ടിക്കൂട്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുക. ആ പൊടി വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര സമയം നമ്മൾ മാറ്റി വയ്ക്കുന്നത്. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ആവി പാത്രം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ തട്ടിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, സ്റ്റീമറിൽ. അപ്പോൾ ഈ സ്റ്റീം ചെയ്യുന്ന ആ തട്ടെടുത്ത് നമ്മളൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കൊഴുക്കട്ട പെട്ടെന്ന് ഇളകി വരും, അല്ലെങ്കിൽ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി പലഹാരങ്ങളൊക്കെ നമ്മളാക്കുമ്പോൾ കുട്ടികൾക്കും ഭയങ്കര താല്പര്യമായിരിക്കും. ഇപ്പോൾ എന്നും പുട്ടൊക്കെ തിന്ന് ബോറടിക്കുമ്പോൾ അതേ പൊടി വെച്ചിട്ട് നമുക്കിതിങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന വെള്ള കളറിലെ പുട്ടുപൊടി വെച്ചിട്ടാക്കുമ്പോൾ ഈ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ബട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ പച്ചരിയും പുഴുങ്ങലരിയും വെച്ചിട്ട് പുട്ടുപൊടി ആക്കി നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിന് ഒരു പ്രത്യേക സ്വാദാണ്. ഓക്കെ, അപ്പം ഇതാ നമ്മളെ മാവ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു നല്ല സോഫ്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ വിരൽ വെച്ച് അമർത്തി കൊടുക്കുക. അപ്പം നമ്മുടെ ഈ വിരലിൻ്റെ പാട് കണ്ടോ, ഇങ്ങനെ കുഴക്കട്ടയിൽ കാണാനുണ്ടാവും. അതൊരു ട്രഡീഷണൽ ഒരു വേ ആണ് കേട്ടോ. അതിന് എന്തോ ഒരു ടേസ്റ്റുമാണ്, എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ബട്ട് കുട്ടികൾ പോലും പറയും ഒരു പ്രത്യേക രസമാണ് ഇങ്ങനെ കുഴക്കട്ട വയ്ക്കുക. ഇതന്നെ ഇപ്പം നമ്മൾ ഉരുട്ടിയിട്ടാക്കിയാൽ കുറച്ചും കൂടി ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ലൊരു ലൂസായിരിക്കും. അതാണ് തോന്നുന്നത്, അത് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. ഇതുപോലെ തന്നെ മധുരം ഇട്ടിട്ട് സ്റ്റഫ് ചെയ്ത വെല്ലം തേങ്ങയൊക്കെ ഇട്ട കുഴക്കട്ട റെസിപ്പിയും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കുക. അത് ഇഷ്ടമാണെങ്കിൽ അതും ആക്കി നോക്കുക. അപ്പോൾ ഞാൻ എല്ലാ കുഴക്കട്ടയും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മളെ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇൻഡക്ഷനിൽ വെക്കുമ്പോൾ ഒരു 15-16 മിനിറ്റ് ടൈമർ വയ്ക്കുക ചെയ്യുക. അപ്പോഴേക്കും കറക്റ്റായിട്ട് വെന്ത് വരും. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ സാധാരണ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അത് കൂടാണ്ട് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു സവാളയാണ് കേട്ടോ. ഒരു ചെറിയ സവാള മതി. അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഇതാണ് നമ്മൾ ഇതിലേക്ക് താളിപ്പിലിടാൻ പോകുന്നത്. അപ്പോൾ ഈ താളിപ്പിലിട്ട കൊഴുക്കട്ട പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. അതിന് നമ്മൾ വേറെ ഒരു കറിയോ ഒന്നും ആവശ്യമില്ല. വെറുതെ നിങ്ങൾ ചായൻ്റെ ഒന്നിച്ച് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫേവററ്റ് ഐറ്റമാണ്. അപ്പോൾ കുഴക്കട്ടയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടാൽ അറിയായിരിക്കും. ഇനി നമ്മൾ ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഒന്ന് തണുത്തിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്തിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ഓരോ കുഴക്കട്ടയും നമ്മൾ 2 പീസായിട്ട് ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ കത്തി ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടി പിടിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആറിയതിന് ശേഷം കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് വറവലിടുന്നതിന് പകരം അതിനെ കട്ട് ചെയ്തിട്ടിടും. അപ്പോൾ അതൊരു എന്തോ ഒരു നല്ലൊരു ബ്യൂട്ടിയാണ്. അത് അമ്മയൊക്കെ പണ്ടേ ആക്കുന്ന ഒരു പലഹാരമാണ്. അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊരു ചീനച്ചട്ടി, വലിയ ചീനച്ചട്ടി എടുത്ത് ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണ്ടി വരും. അതിനകത്തേക്ക് താളിപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് സവാള ഇട്ട് കൊടുക്കുക. ഇനി ഈ സവാള നന്നായിട്ട് മൂത്ത് വരണം. നമുക്കൊരു ഓൾമോസ്റ്റ് ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് മൂത്ത് വരണം. അത് കാരണം ഞാൻ ഇച്ചിരി ഒരു പിഞ്ച് സോൾട്ട് ഇട്ടിട്ടുണ്ട്, അധികമായി പോരുത് സോൾട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ കണ്ടാൽ അറിയാമല്ലോ, നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുഴക്കട്ടകളൊക്കെ ഈ ഒരു ചീനച്ചട്ടി ഈ വറവിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കും. ഒരു 1/4 മുറി തേങ്ങ ഇട്ടാൽ മതി. അപ്പോൾ എത്ര ഇടുന്നു അത്രയും ടേസ്റ്റാണ്.
ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ ടേസ്റ്റി കൊഴുക്കട്ട റെഡിയാണ്. ഇതിനെ നമ്മളൊരു 5 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 2 to 3 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കി എടുക്കണം. കാരണം ആ കുഴക്കട്ടയ്ക്ക് ഒരു കോട്ടിങ് വരും. ഓക്കെ, കുക്കായിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ടൊരു കോട്ടിങ് വരും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ്ലി ഓഫ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കൊഴുക്കട്ട റെഡിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. ബൈ.